നമ്മുടെ ഈ ഭൂമിയിലുള്ള കടലും എവറസ്റ്റും ഗുഹകളുമെല്ലാം കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്നാലും എങ്ങനെയായിരിക്കും ഇതെല്ലാം ഉണ്ടായതെന്ന്? എന്നാൽ നമ്മൾ വസിക്കുന്ന ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1380 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു പൊട്ടിത്തെറിയിലാണ് നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായത്. ആ ഒരു സ്ഫോടനത്തിൽ കോടിക്കണക്കിന് ഗാലക്സികൾ രൂപം കൊണ്ടു. അങ്ങനെ ഉടലെടുത്ത കോടിക്കണക്കിന് ഗാലക്സികളിൽ നമ്മൾ ജീവിക്കുന്ന ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സി രൂപം കൊണ്ടിട്ട് 1360 കോടി വർഷങ്ങളായെന്നാണ് പറയപ്പെടുന്നത്. മിൽക്കി വേ ഗാലക്സിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ പോകണമെങ്കിൽ ഏകദേശം 1 ലക്ഷം വർഷങ്ങളെടുക്കും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. 457 കോടി വർഷങ്ങൾക്ക് മുൻപ് നെബുലയിലെ വായുവും പൊടിപടലങ്ങളും കൂടി കൂടിച്ചേർന്ന് സൂര്യൻ രൂപം കൊണ്ടു. അതുപോലെ നമ്മുടെ ഈ ഗാലക്സിയിൽ ഇനിയും പല കോടി സൂര്യനുണ്ട്. സൂര്യൻ രൂപം കൊണ്ട ശേഷം ബാക്കിയുണ്ടായിരുന്ന വായുവും പൊടിപടലങ്ങളും പാറകളെല്ലാം കൂടിച്ചേർന്ന് മറ്റ് ഗ്രഹങ്ങളുണ്ടായി. എങ്ങനെയാണെന്നാൽ ഈ പാറകളും പൊടിപടലങ്ങളുമെല്ലാം സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വലം വയ്ക്കുന്നതിനിടയിൽ ഓരോ പാറകളും തമ്മിൽ കൂട്ടിയിടിച്ച് ഒന്നു ചേർന്നു. ഇങ്ങനെ കൂടിച്ചേർന്ന പാറകളാണ് പിന്നീട് ഗ്രഹങ്ങളായി മാറിയത്. ഇന്ന് ഒരു വലിയ ഉൽക്ക ഭൂമിയുടെ നേരെ വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഭയം തോന്നും. എന്നാൽ ഭൂമി ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 400 മുതൽ 500 ഉൽക്കകൾ വരെ ഭൂമിയിൽ വന്ന് പതിക്കുമായിരുന്നു. വർഷങ്ങളോളം നിർത്താതെ ഇങ്ങനെ ഉൽക്കകൾ വന്ന് വീണുകൊണ്ടിരുന്നപ്പോൾ ഭൂമി മുഴുവനും ഒരു അഗ്നിപർവ്വതം പോലെ ആയിത്തീർന്നു. ആ ഒരു സമയത്ത് ഇന്നത്തെ പോലെ സ്പേസിൽ നിന്നും ഭൂമിയെ നോക്കിയാൽ ആളിക്കത്തുന്ന ഒരു ചെറിയ സൂര്യനെ പോലെയായിരിക്കും ഭൂമി. ഇങ്ങനെ ചെറിയ ഉൽക്കകൾ മാത്രമല്ലാതെ ഒരു വലിയ ഗോളം ഭൂമിയിൽ വന്ന് പതിച്ചു. അപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന പാറകളെല്ലാം പൊട്ടിത്തെറിച്ച് അത് ഭൂമിയെ വലം വെക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ പാറകൾ കൂടിച്ചേർന്ന് ഭൂമി ഉടലെടുത്തുവോ അതുപോലെ തന്നെ ഈ പാറകളെല്ലാം കൂടിച്ചേർന്ന് ചന്ദ്രനുണ്ടായി. ആരംഭത്തിൽ ഭൂമിയെ പോലെ തന്നെ ചുട്ടുപൊള്ളുന്ന ഒന്നായിരുന്നു ചന്ദ്രനും. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്തരീക്ഷത്തിലെ തണുപ്പ് മൂലം തീയെല്ലാം അണഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന ചന്ദ്രനായി മാറി. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ചന്ദ്രൻ ഉണ്ടായപ്പോൾ ആദ്യം അത് ഭൂമിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ചന്ദ്രൻ എത്തി നിൽക്കുന്നത് ഭൂമിയിൽ നിന്നും 3,84,000 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ഇന്നും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വീണ്ടും അകന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ രൂപം കൊണ്ട ശേഷമാണ് ഭൂമിയിൽ ജലാംശം വന്നു തുടങ്ങിയത്. അതിന്റെ റീസൺ എന്താണെന്നാൽ ഭൂമിയും ചന്ദ്രനും ഉണ്ടായ ശേഷം പല വർഷങ്ങളോളം ഒരുപാട് പാറകൾ വീണ്ടും ഭൂമിയിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു. ആ പാറകളാണ് ഭൂമിയിൽ ഈർപ്പം കൊണ്ടുവന്നത്. സോ ഈ പാറകളിൽ നിന്നും എങ്ങനെയാണ് ഈർപ്പം വരുന്നതെന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതായത് സൂര്യൻ ഉണ്ടായപ്പോൾ അതിനു ചുറ്റുമുണ്ടായിരുന്ന പാറകളും വായുവുമെല്ലാം ഒരു ഡിസ്ക് പോലെ സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരുന്നു. ഈ ഒരു ഡിസ്കിനകത്താണ് ഈർപ്പം കൊണ്ടുവരുന്ന പാറകൾ ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു ഡിസ്കിനകത്താണ് മറ്റ് ഗ്രഹങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് ഈ ഡിസ്കിനെ പ്ലാനറ്റ് ഫോർമേഷൻ ഡിസ്ക് എന്നാണ് പറയുന്നത്. ഈ പ്ലാനറ്റ് ഫോർമേഷൻ ഡിസ്കിലെ ഈർപ്പമുള്ള പാറകൾ ഭൂമിയിൽ വന്ന് വീണത് കൊണ്ടാണ് വെള്ളം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. 450 കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് സയന്റിസ്റ്റുകൾ ഇതെല്ലാം ഇത്ര കൃത്യമായി പറയുന്നതെന്നാൽ അതിനായി അവർ ഒരു ടെക്നിക് യൂസ് ചെയ്യുന്നു. അതായത് മിൽക്കി വേ ഗാലക്സിയിൽ സൂര്യകുടുംബം ഉള്ളതുപോലെ അതിനുമപ്പുറത്ത് പുതുതായി ഉണ്ടാകുന്ന സൂര്യകുടുംബങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ അവിടെയുള്ള പാറകളും പൊടിപടലങ്ങളും എല്ലാം ചേർന്ന് എങ്ങനെയാണ് പുതിയ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുത്തു. സോ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള സൂര്യകുടുംബവും ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയിൽ സംഭവിച്ച ആ കാര്യങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ മറ്റു സൂര്യകുടുംബങ്ങൾ പുതുതായി ഉണ്ടാകുന്നത് വെച്ച് ഇന്നും പുതിയ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു. ആദ്യം കത്തുന്ന ഒരു ചെറിയ സൂര്യനെ പോലെ ഉണ്ടായിരുന്ന ഭൂമി പിന്നീട് ഈർപ്പമുള്ള പാറകൾ വീണ് ശാന്തമായെങ്കിലും ഭൂമിയുടെ ഉൾഭാഗത്ത് ഇന്നും ആ തീഗോളങ്ങൾ കെടാതെ കത്തി നിൽക്കുന്നുണ്ട്. ഭൂമിയുണ്ടായി അതിൽ വെള്ളം വന്നെങ്കിലും ജീവനുള്ള ഒന്നിനും തന്നെ ഭൂമിയിൽ വസിക്കാനാകുമായിരുന്നില്ല. എന്താണെന്നാൽ ഭൂമിയിൽ അന്ന് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഈ ഓക്സിജനും ജീവന്റെ അംശവുമെല്ലാം ഭൂമിയിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
പണ്ട് ഭൂമിയിൽ ഈർപ്പമുള്ള കല്ലുകൾ വന്ന് പതിച്ചതുപോലെ പിന്നീട് വീണ്ടും കുറെ വലിയ പാറകൾ വന്ന് പതിച്ചു. എന്നാൽ ആ വലിയ പാറകളുടെ കൂടെ ബാക്ടീരിയകളും ഭൂമിയിലെത്തി. അങ്ങനെ എത്തിയ ജീവാംശങ്ങളെല്ലാം ഒരു സെല്ലായി രൂപം കൊണ്ടു. ചില സയന്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്നാൽ സ്പേസിൽ ജീവനുള്ള ആർക്കും തന്നെ ജീവിക്കാനാവില്ല, കാരണം അവിടെ ഓക്സിജൻ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പാറകളുടെ ഒപ്പം എങ്ങനെയാണ് ജീവനുള്ള അംശം ഭൂമിയിലെത്തിയതെന്ന് ഉത്തരമില്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായും കമന്റ് ഇടുക. സോ ഈ ബാക്ടീരിയകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ആദ്യം ജീവനുള്ള ഒരു സെല്ല് രൂപം കൊണ്ടിരുന്നു എന്നത് സത്യം തന്നെയാണ്. അങ്ങനെയുള്ള ഈ ബാക്ടീരിയകളാണ് ആദ്യം ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാക്ടീരിയകളെല്ലാം ഭൂമിയിൽ മൊത്തം പെരുകി. അങ്ങനെ പതിയെ പതിയെ ഭൂമിയിലെല്ലാം ഓക്സിജന്റെ അളവ് അധികമാക്കി. വീണ്ടും പല കോടി വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമിയിൽ വയലുകളും ചെടികളുമെല്ലാം മുളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ചെടികളെല്ലാം വളർന്ന് വലുതായി വലിയ വലിയ മരങ്ങളായി മാറി. ആ മരങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ഓക്സിജനും ഭൂമിക്ക് ലഭിച്ചു. സോ ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ വസിക്കുന്ന ഈ ഭൂമി പിറവിയെടുത്തത്.